യുദ്ധത്തിന്റെയും സംഘർഷത്തിന്റെയും ഈ കാലത്ത് ഗൾഫിലെ ബിസിനസ്സുകാരെല്ലാം വലിയ ആശങ്കയിലാണ്. യുദ്ധം തീരുമോ? തീർന്നാൽ തന്നെ പഴയ പ്രതാപത്തിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചു വരുമോ? ഇങ്ങനെ നിരവധി സംശയങ്ങൾ, ആശങ്കകൾ. പക്ഷേ യുദ്ധം തീരുമെന്നും ഗൾഫ് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരുമെന്നും ഉറപ്പിച്ചു പറയുകയാണ് പ്രവാസി ഭാരതീയ സമ്മാൻ ജേതാവ് രമേശ് രാമകൃഷ്ണൻ. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി അവസരമാക്കാൻ കഴിയുന്നവർക്ക് മാത്രമായിരിക്കും ഭാവിയിൽ വിജയമെന്നും അദ്ദേഹം പറയുന്നു. 2026 ഞങ്ങളെ കമ്പനിയിലൊക്കെ സംസാരിക്കുന്നത് 2026 we should consider it is going to be full of challenges. So we have to be careful. നമ്മുടെ ഷിപ്പിംഗ് ടേംസിലുണ്ട്, you have to put your battens down, tighten your belt and look at what you need to do. ഈ systems, നിങ്ങളുടെ processes, encouraging people to work in a focused manner, digitization, ഇതൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. Also, I see that this is an opportunity where you can do all of these things. When business is flowing in full flow, പല കാര്യങ്ങൾ നമുക്ക് റൊട്ടീനായിട്ട് ചെയ്യുന്ന കഴിയില്ല. ഇതുപോലെ സമയത്താണ് ഈ കാര്യങ്ങളെ ക്ലീനിങ് അപ്പ് എന്ന് പറയാം. പശ്ചിമേഷ്യൻ സംഘർഷത്തെയും ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധിയെയും കുറിച്ചുള്ള ഏറ്റവും വസ്തുനിഷ്ഠമായ നിരീക്ഷണം. 2026 പ്രതിസന്ധിയുടെയും വെല്ലുവിളിയുടെയും കാലമായി കാണുക, പൊരുത്തപ്പെടുക, കമ്പനികളെ ക്ലീനപ്പ് ചെയ്ത് പുതിയ വർഷത്തിനും അവസരങ്ങൾക്കും വഴിയൊരുക്കുക. ഇത്തരമൊരു വീക്ഷണത്തോടെ മുന്നോട്ടു പോയില്ലെങ്കിൽ തളർന്നു പോകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലോജിസ്റ്റിക് കമ്പനികളിലൊന്നായ ട്രാൻസ്വേൾഡിന്റെ ചെയർമാനും പ്രവാസി ഭാരതീയ സമ്മാൻ ജേതാവുമായ രമേശ് രാമകൃഷ്ണൻ. 4 പതിറ്റാണ്ടിലെ ഗൾഫ് അനുഭവത്തിൽ നിന്നുമുള്ള തീക്ഷ്ണമായ തിരിച്ചറിവാണ് ഇത്. Everybody has to accept this is the reality and start living in it. Cost will go up, supplies will get affected, shop windows you will not find sometimes some products, delays in delivery, ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പുറത്ത് കോസ്റ്റ് ഇൻക്രീസ് ആണ്. ഇറ്റ് ഇസ് ഗോയിങ് ടു എഫക്ട് എവറിബഡി. സോ every individual living in GCC, in the UAE, in every part of the Middle East has to be prepared for these sort of challenges. സിമെന്റ് എന്ന് പറയുന്നത്, സ്റ്റീൽ ഇമ്പോർട്ട് ചെയ്യണം, ഇതുപോലെ പല കാര്യങ്ങളും ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ കപ്പൽ തന്നെ അകത്ത് വരുന്നില്ലെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു എഫക്ട്. സ്റ്റോക്ക് ഉള്ളതെല്ലാം എക്സോസ്റ്റ് ചെയ്യാം, പിന്നെ അഡീഷണൽ സ്റ്റോക്സ് വേണമെങ്കിൽ ഇമ്പോർട്ട് ചെയ്താലേ നടക്കുള്ളൂ. അപ്പോൾ കപ്പലൊന്നും വന്നില്ലെങ്കിൽ then it becomes a big challenge for people to manage. പ്രതിദിനം 130 ചരക്കു കപ്പലുകൾ വരെ കടന്നുപോയിരുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെ 30 കപ്പലുകൾ പോലും ഒരു ദിവസം ഇപ്പോൾ കടന്നുപോകുന്നില്ല. ഓരോ ദിവസവും 20 ദശലക്ഷം ബാരൽ എണ്ണ കൊണ്ടുപോയിരുന്ന ഹോർമൂസിലൂടെ ഒരു ദിവസം ഒരു ടാങ്കർ പോലും പോകാത്ത അവസ്ഥ. കഴിഞ്ഞ 100 ദിവസത്തിലധികമായി ഈ നിശ്ചലാവസ്ഥ തുടരുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായേക്കുമെന്ന് വിലയിരുത്തുന്നത്. നിർമ്മാണ മേഖല മുതൽ തീൻമേശ വരെ ഈ പ്രതിസന്ധിയുടെ ചൂടറിയുമ്പോൾ നമ്മൾ പുതിയ തയ്യാറെടുപ്പുകൾ നടത്തണം. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറേ മുകളിൽ പോയി. ഇത് വെറുതെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പോയത് അത് മാത്രമല്ല, ഫ്യൂൽ ഓയിൽ, നമ്മുടെ ബങ്കർ എന്നുള്ള ഓയിലാണ് യൂസ് ചെയ്യണം. കപ്പൽ വരുന്നതൊക്കെ വി ഹാവ് ടു യൂസ് ഫ്യൂൽ ഓയിൽ. ഈ ഫ്യൂൽ ഓയിലിൻ്റെ കോസ്റ്റ് ഒക്കെ ഇറ്റ് ഹസ് ഗോൺ അപ്പ് സിഗ്നിഫിക്കൻ്റ്ലി. ഓൾ ദിസ് ഇസ് എഫക്റ്റിംഗ് ദി ഓവറോൾ പ്രൈസിങ്. ഒന്ന്, ഓയിൽ പ്രൈസ് കൂടിപ്പോയി, പിന്നെ ഇറഗുലാരിറ്റി ഇൻ ദ സ്കെഡ്യൂൾ, പിന്നെ ഫ്ലോ ഓഫ് കാർഗോ ഇറ്റ് സെൽഫ്. ഇതെല്ലാം കൂടെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇറ്റ് വിൽ സ്റ്റാർട്ട് എഫക്റ്റിംഗ്, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എഫക്റ്റിംഗ് ട്രാൻസ്ഫർ ലൈക്ക് അസ്. ഇറ്റ് ഈസ് ഓൾസോ എഫക്റ്റിംഗ് മെനി അതർ ബിസിനസ്സസ് അറൗണ്ട് ഇറ്റ്. കഴിഞ്ഞ ഫെബ്രുവരി 28 യുദ്ധം ആരംഭിക്കും മുൻപ് മലേഷ്യയിൽ നിന്നോ സിംഗപ്പൂരിൽ നിന്നോ ഒരു ചരക്ക് കപ്പൽ പുറപ്പെട്ടാൽ 2 ആഴ്ച കൊണ്ട് ദുബായിലെ ജബൽ അലി തുറമുഖത്തെത്തുമായിരുന്നു. ഇപ്പോൾ ജബൽ അലിയിലേക്കോ അബുദാബിയിലേക്കോ ജിദ്ദയിലേക്കോ മനാമയിലേക്കോ പ്രവേശനമില്ല. റാസൽ ഖൈമയിലോ ഫുജൈറയിലോ ചരക്കിറക്കി റോഡ് മാർഗം വേണം ദുബായ് അടക്കമുള്ള നഗരങ്ങളിൽ എത്തിക്കാൻ. കാലതാമസം, ഇന്ധന വിലവർധനയടക്കമുള്ള വെല്ലുവിളികൾ തുടങ്ങിയവ വേറെയുമുണ്ട്. ജബലാലി പോർട്ടിന്റെ കപ്പാസിറ്റി, അത്രയും കപ്പാസിറ്റി കോർഫക്കാനും ഫുജൈറയും മറ്റെല്ലാ പോർട്ട്സ് ഇവിടെ ഇട്ടാലും ഇതിന്റെ അടുത്ത് പോലും വരില്ല. അൺലെസ് ആൻഡ് അൺടിൽ ജബലാലി പോർട്ട് നോർമലായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയാലേ ഇവിടുത്തെ ട്രാഫിക് എല്ലാം റെഗുലറൈസ് ആവുള്ളൂ. അപ്പോൾ ഇതിൽ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. പല ഇൻട്രസ്റ്റ് എടുത്തിട്ട് എങ്ങനെയൊക്കെ കപ്പലുകൾ കൊണ്ടുവരാൻ അവർ നോക്കുന്നുണ്ട്.
UAE government is trying. Iranians themselves have their own way of doing it. But all said and done, the business is largely affected because of the problems. രമേശ് രാമകൃഷ്ണൻ ചെയർമാനായ ട്രാൻസ്വേൾഡ് അടക്കമുള്ള ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് സ്ഥാപനങ്ങൾ പ്രതിസന്ധിയുടെ ആഘാതം കുറയ്ക്കാൻ അഹോരാത്രം ഇടപെടുന്നുണ്ട്. ലുലു ഗ്രൂപ്പ് അടക്കമുള്ള വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങളുടെ ഇടപെടലും ചെറുതല്ല. ഇതിനെല്ലാം മുകളിലാണ് ഇന്ത്യയിലെയും ഗൾഫ് മേഖലയിലെയും സർക്കാരുകളുടെയും ഭരണകർത്താക്കളുടെയും ഇടപെടൽ. ഇങ്ങനെയുള്ള സർക്കാരുകളും സംവിധാനങ്ങളും ഉള്ളതുകൊണ്ടാണ് പ്രതിസന്ധിക്കൊടുവിൽ ഒരു തിരിച്ചുവരവുണ്ടാകുമെന്ന് ഈ മേഖലയിലുള്ളവർ വിശ്വസിക്കുന്നത്. The UAE government, specifically Dubai, they have had കുറേ challenges ഉണ്ടായിട്ടുണ്ട്. പല കാലങ്ങളായിട്ട് every 10 years they have faced a big challenge, whether it is a war in Iran, whether it is a war in Iraq, whether there is COVID, whether there is so many things have happened. Russian Ukraine war. ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചാലും the government is so wise, the UAE government especially is very, very wise to ensure all the disadvantages are turned to their advantage. ആകെ ജനസംഖ്യയുടെ 35% ഇന്ത്യക്കാരുള്ള രാജ്യമാണ് UAE. ഇതിൽ തന്നെ 60% മലയാളികൾ. സൗദി അറേബ്യയിലെ സാഹചര്യവും ഏതാണ്ട് സമാനമാണ്. അതുകൊണ്ടാണ് UAEയിലോ ഗൾഫിലോ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ കേരളത്തിലെ അടുക്കളയിൽ വരെ അത് പ്രതിഫലിക്കുന്നത്. പാചകവാതക വില കുത്തനെ കൂടുന്നത്, ഹോട്ടലുകൾ പൂട്ടുന്നത്. പക്ഷേ അപ്പോഴും ഓർക്കുക, ഈ കാണുന്നതൊന്നും ഒന്നിന്റെയും അവസാനമല്ല, പുതിയൊരു തുടക്കത്തിനുള്ള തയ്യാറെടുപ്പാണ്. Definitely there is a light at the end of the tunnel. നമ്മളെല്ലാം പോസിറ്റീവായിട്ട് ഇതെല്ലാം ചെയ്താൽ ഈ 2026 എല്ലാവരും ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകണം. I'm sure 2027 onwards it will be much better time as we go along.